നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് MV പ്രവീൺ, ജനറൽ സെക്രട്ടറി മേഘ തുടങ്ങിയവരെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ SP ഓഫീസ് മാർച്ച്. ജനുവരി 16 നടന്ന സമരത്തിനിടെ നേതാക്കളെ മർദ്ദിച്ച പോലീസുകാരുടെ പേരുകൾ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വായിച്ചതോടെ പ്രകോപനങ്ങൾ ആരംഭിച്ചു. ഉദ്ഘാടകനായ CR മഹേഷ് MLAയും ഇതേ പേരുകൾ ആവർത്തിച്ച് പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് കടന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതോടെ പോലീസിനെതിരെ തിരിഞ്ഞ പ്രവർത്തകർ കല്ലും മണ്ണും വാരിയെറിഞ്ഞു. നേതാക്കൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പലരും വഴങ്ങിയില്ല. ഇതോടെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് 1 മണിക്കൂറിലേറെ സമയം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിലാണ് പ്രവർത്തകരെ ശാന്തരാക്കാൻ നേതാക്കൾക്കായത്. ഇവിടുത്തെ DYSPയും CIയും SIയും പിന്നെ കുറെ സിവിൽ പോലീസ് ഓഫീസർമാരും പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത് എങ്കിൽ ആ ലിസ്റ്റ് ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു കാലത്ത് അത് ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം. റിപ്പോർട്ടർ, ആലപ്പുഴ.